മമതയ്ക്കും തൃണമൂലിനും ഇപ്പോൾ തിരിച്ചടിയുടെ കാലമാണ്. സന്ദേശ് ഖാലി സമരനായികയും BJP സ്ഥാനാർത്ഥിയുമായ രേഖാ പത്രയുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയതായി പരാതിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ദേബാങ്ഷു ഭട്ടാചാര്യ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് രേഖാ പത്രയുടെ വ്യക്തിവിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അടക്കമുള്ളത് പങ്കുവച്ചത്. ദേബാങ്ഷു ഭട്ടാചാര്യക്കെതിരെ രേഖ ദേശീയ വനിതാ കമ്മീഷനും പട്ടികജാതി കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നടപ്പിലാക്കിയ വീട്ടമ്മമാർക്കുള്ള സ്വാസ്ഥ്യ സതി സ്കീമിൽ അംഗമായി ആനുകൂല്യം കൈപ്പറ്റിയുള്ള വ്യക്തികളാണ് BJP സ്ഥാനാർത്ഥിയായ രേഖാ പത്ര എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് ദേവാംശു ഭട്ടാചാര്യ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ്. രേഖാ പത്ര സർക്കാർ ആനുകൂല്യം കൈപ്പറ്റിയെന്ന് കാണിക്കുന്നതിനായി രേഖയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വ്യക്തിവിവരങ്ങളും ഇയാൾ പരസ്യപ്പെടുത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യ പദ്ധതി ആ സംസ്ഥാനത്തെ ഒരു വനിത കൈപ്പറ്റി എന്നുള്ളതിന് എന്ത് തെറ്റാണ് ഉള്ളതെന്ന് ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മ ചോദ്യം ഉന്നയിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സർക്കാർ നൽകുന്നു എന്ന് കരുതി മമതാ ബാനർജിയുടെ വീട്ടിൽ നിന്നുമുള്ള പണമല്ല സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകുന്നത്. ബംഗാളിലെ ഓരോ നികുതിദായകരുടെയും പണമാണത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ രേഖാ പത്ര കൈപ്പറ്റിയത് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യമാണ്, അല്ലാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പണമല്ല എന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു. സന്ദേശ് ഖാലി തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായി ആദ്യമായി പ്രതികരിച്ച് രംഗത്ത് വന്ന സന്ദേശ് ഖാലി സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ് രേഖാ പത്ര. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് BJP ബസിർഗഡ് മണ്ഡലത്തിൽ രേഖയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് രേഖയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ശക്തി സ്വരൂപ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രേഖാ പത്രയെ വിശേഷിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.